ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് ബിസിനസ് റിസർച്ചിൻ്റെ. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നോക്കാം. അതിനു മുന്നേ 2 മണിക്കൂറാണ് റിസർച്ചിൻ്റെ എക്സാം ഉള്ളത്. അതേപോലെ തന്നെ 60 മാർക്കിലാണ് എക്സാം ഉണ്ടാവുന്നത്. ഓവറോൾ സീലിംഗ് ഒക്കെ 24 ആണ്. 12 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. അപ്പോൾ അതിൽ അറ്റ്ലീസ്റ്റ് 8 എങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. 12 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 24 ആണ്. ഓക്കെ, 24 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഡിഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നുണ്ട്. ഡിഡക്ഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇൻഡക്ഷനും ഡിഡക്ഷനും അതിൻ്റെ ബേസിസിൽ വരുന്ന, അതായത് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന രീതിയാണ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. തിയറി ബിൽഡിംഗ് എന്നുള്ള ചാപ്റ്ററിലാണ് കൃത്യമായിട്ട് ഡിഡക്ഷൻ അപ്രോച്ച് പറയുന്നത്. ഡിഡക്ഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ് കൺക്ലൂഷൻ ബൈ അപ്ലൈയിങ് റൂൾസ് ഓർ പ്രിൻസിപ്പിൾസ് ലോജിക്കലി മൂവിങ് ഫ്രം ജനറൽ റൂൾ ടു പ്രിൻസിപ്പിൾ ടു സ്പെസിഫിക് സൊല്യൂഷൻ. അതായത് നമ്മൾ മൊത്തത്തിലുള്ള ഒരു ജനറൽ റൂളിൽ നിന്ന് അതിനെ എങ്ങനെ കട്ട് ചെയ്ത് ഏറ്റവും കുറച്ചിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ഒന്നിലേക്ക്, ഈ ഒരു അപ്രോച്ചിൻ്റെ പേര് അത് കാരണം ടോപ്പ് ടു ഡൗൺ ആണ്. അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. നമ്മൾ മുകളിൽ നിന്ന് കിട്ടുന്ന കുറേ കാര്യങ്ങളെ അങ്ങനെ ചുരുക്കി ലാസ്റ്റ് നമ്മളൊരു കൺഫൈൻ ചെയ്യുക, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്കോ സൊല്യൂഷനിലേക്കോ കൊണ്ടുവരുന്നതിനാണ് ഈ ഒരു ഡിഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. കൺക്ലൂഷൻ, അതായത് നമ്മൾ കുറേ പോയിന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ ആ പോയിന്റിനെല്ലാം നമ്മൾ ചുരുക്കി ഒരൊറ്റ പോയിന്റാക്കി മാറ്റുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിസർച്ച് ഗ്യാപ്പാണ്. റിസർച്ച് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസർച്ചിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിൽ പ്രധാനമായിട്ടും എന്താണ്, ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രോബ്ലം ഹാസ് നോട്ട് ബീൻ ആൻസേർഡ്. നമ്മൾ റിസർച്ച് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ചില ക്വസ്റ്റ്യൻ ഒരിക്കലും ഇപ്പോൾ നിലവിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ടോപ്പിക്കിനെ കുറിച്ച് ആരും ഒരു ഉത്തരം തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് എന്തായാലും അവിടെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, അതിനെയാണ് റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഏരിയ വിച്ച് ഈസ് മിസ്സിങ് ഓർ ഇൻസഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ ലിമിറ്റ്സ് ദ എബിലിറ്റി ടു റീച്ച് കൺക്ലൂഷൻ ഫോർ എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റിന് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുക അല്ലെങ്കിൽ ഒരു ആൻസർ വരിക, ഒന്നും അതില്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കോ ഏരിയയോ ഒക്കെ മിസ്സിങ് ആയി മാറുക, ഇൻസഫിഷ്യൻ്റ് ആവുക ഇൻഫർമേഷൻ, അതിനെയാണ് റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. പിന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കാണുന്നതിന് വേണ്ടി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നോക്കുന്നത്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യനിൽ സാമ്പിൾ എന്താ ചോദിക്കുന്നുണ്ട് നമുക്കറിയാം. ഏതെങ്കിലും ഒരു റിസർച്ചിന് സൊല്യൂഷൻ കാണുമ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം. അതിന് സാമ്പിളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഒരു 100 പേരെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ പോപ്പുലേഷൻ എന്ന് പറയും. പക്ഷേ ആ 100 പേരെയും നമ്മൾ എടുക്കുന്നില്ല, പകരം ആ 100 പേരുടെ ഉത്തരത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ അതിൽ നിന്നൊരു 50 പേരെ മാത്രമാണ് എടുക്കുന്നുള്ളെങ്കിൽ അതിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ടോട്ടൽ എടുക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ എന്നും, അതിൽ നിന്ന് കുറച്ച് പേരെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ സാമ്പിൾ എന്ന് പറയും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങിൽ വരുന്നതാണ്. ഇതിൽ മെയിനായിട്ട് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു സാമ്പിളിംഗ് ഫ്രെയിം അവൈലബിൾ അല്ല. ഒരു ലിസ്റ്റ് ഹാസ് ടു ബി കൺസ്ട്രക്റ്റഡ്. ഒരു ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തു, പക്ഷേ അതിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് അതിനുള്ളൊരു കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, ഒരു ഏരിയ വേർ ആഡക്വേറ്റ് പോപ്പുലേഷൻ ലിസ്റ്റ് ആർ ലാക്കിങ്. നമുക്ക് വേണ്ടത്ര അളവിലുള്ള പോപ്പുലേഷൻ അവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എപ്പോഴും അതിനെ ഒരു പല നമ്പേഴ്സായിട്ട് അല്ലെങ്കിൽ ക്ലസ്റ്ററുകളായിട്ട് അല്ലെങ്കിൽ ലാർജ് ഗ്രൂപ്പുകളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റിൻ്റെ ഒരു ബേസിസ് ആയിട്ട് മാറ്റാം. അപ്പോൾ ഈ ഒരു ക്ലസ്റ്റേഴ്സ്, അപ്പോൾ നമുക്ക് ഒരു ഏരിയയിലത്തെ ജനങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ അവിടെ വില്ലേജ് ആക്കാം, ജോഗ്രഫിക്കൽ യൂണിറ്റ്, സോഷ്യൽ യൂണിറ്റ് ഒക്കെ ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ ആ ഒരു ആൻസറിലേക്ക് പോവുക. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചും കൂടി ഒരു പ്രിസിഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ക്ലസ്റ്റർ സാമ്പിൾസ് ടെൻഡ് ടു ഹാവ് ലെസ് പ്രിസിഷൻ ദാൻ അതർ ഫോംസ് ഓഫ് സാമ്പിളിംഗ് എന്നാണ് പറയുന്നത്. മറ്റുള്ള സാമ്പിളിനെ കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടി പ്രിസിഷൻ കുറവായിരിക്കും ഇതിനെന്നുള്ള കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. ഓക്കെ, കൂടുതലായിട്ട് നമ്മൾ ക്ലസ്റ്റേഴ്സ് കൂട്ടുകയാണെങ്കിൽ നമ്മുടെ പ്രിസിഷനും കുറച്ചും കൂടി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ അവിടെ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പ്രൈമറി ഡാറ്റ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ ഡാറ്റ കളക്ഷനിൽ വരുന്നതാണ് നമുക്കറിയാം. ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസ് നമ്മൾ നേരിട്ട് തന്നെ പോയിട്ടാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ സെൻസസ്, സർവേ, പോപ്പുലേഷൻ, ഓട്ടോമൊബൈൽ, ലൈഫ് സ്റ്റോക്ക്, കോർട്ട് റെക്കോർഡുകൾ, പേഴ്സണൽ ഡയറീസ്, അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഡയറക്റ്റായിട്ട് മാത്രം കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പ്രൈമറി ഡാറ്റേനെ റോ മെറ്റീരിയൽ എന്നും കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതാണ് പ്രൈമറി ഡാറ്റ, ഫസ്റ്റ് ആയിട്ട് ഡയറക്റ്റ് കളക്ട് ചെയ്യുന്ന ഡാറ്റ. അല്ലെങ്കിൽ മറ്റാരെങ്കിലും കണ്ടുവച്ച ഡാറ്റ ആണെങ്കിൽ അതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്.
പിന്നെ ചോദിക്കുന്നത് സാമ്പിളിംഗ് എറർ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ഒരു യൂസ് ഓഫ് സാമ്പിളിംഗ് സർവേ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാകുന്ന തെറ്റുകൾ, അതിനാണ് സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. ചിലപ്പം റാൻഡം വേരിയേഷൻസ് ഉണ്ടായിരിക്കാം. പോപ്പുലേഷൻ നമ്മൾ എടുത്തിരിക്കുന്ന ട്രൂ പോപ്പുലേഷൻ പാരാമീറ്ററിൽ ഏകദേശം ഒരളവിലായിരിക്കും നമ്മൾ സാമ്പിളൊക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഈ സാമ്പിളിംഗ് എറേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത് എസ്റ്റിമേറ്റ്സ് ഒക്കെ നമുക്ക് ഡിറൈവ് ചെയ്യുന്നത് സാമ്പിളിലാണ് റാദർ ദാൻ സെൻസസ് ഓഫ് പോപ്പുലേഷനെക്കാട്ടിലും സാമ്പിളിൽ നിന്നാണെങ്കിൽ അതുമൂലം ഉണ്ടാവുന്ന ആ ഒരു എറേഴ്സിനെയാണ് എന്ത് പറയുന്നത്, സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിട്ട് നോമിനൽ സ്കെയിൽ എന്താണെന്ന് പറയുന്നുണ്ട്. നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ സ്കെയിലിംഗ് എന്നുള്ള ചാപ്റ്ററിലാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു 3-4 തരത്തിലുള്ള സ്കെയിലിംഗ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സ്കെയിലാണ് നോമിനൽ. നോമിനൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അത് നെയിം സേക്ക് എന്നുള്ള പോലെ തന്നെ അവിടെ പറയാൻ പറ്റും. നോമിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നമ്മൾ ജസ്റ്റ് അസൈനിങ് നമ്പർ സിമ്പിൾസ് ടു ഈവൻസ് ഇൻ ഓർഡർ ടു ലേബൽ ദം. നമുക്ക് ഓരോ കാര്യങ്ങളെയും വേർതിരിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് നമ്പറോ സിമ്പലോ ഒക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, എക്സാമ്പിൾ പറയാം, വോളിബോൾ പ്ലെയേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കും. അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കും. പ്ലെയേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ ടീഷർട്ടിൻ്റെ ബാക്കിലൊക്കെ നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കാം. അത് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ ആ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കൺവീനിയൻ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ ഒന്നും ഉണ്ടായിരിക്കില്ല, അതിന് ക്വാളിറ്റേറ്റീവ് സ്കെയിൽ തന്നെയാണിത്. അല്ലെങ്കിൽ ഓർഡർ ടേംഡ് ആസ് നോമിനൽ സ്കെയിൽ എന്ന് പറയാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പൈലറ്റ് സ്റ്റഡി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ലാർജ് സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം ആദ്യം കുറച്ച് ആളുകളിൽ മാത്രം ഒന്ന് അത് ചെക്ക് ചെയ്ത് നോക്കും. എന്തിനാണ് നമ്മളുടെ ആ ഒരു കാര്യത്തിൻ്റെ പോരായ്മകൾ വല്ലതും ഉണ്ടെങ്കിൽ കണ്ടെത്തിയിട്ട് മാത്രമാണ് നമ്മൾ മാസമായിട്ടൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ എക്സ്പ്ലോർ ഡാറ്റയാണ് പൈലറ്റ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് പ്രോജക്റ്റിലൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഈ സർവേ ആണ്. ലിമിറ്റഡ് നമ്പർ ഓഫ് റെസ്പോണ്ടൻസ് ആൻഡ് ഓഫൺ എംപ്ലോയിങ് ലെസ് ആക്യുറേറ്റ് സാമ്പിളിംഗ് ടെക്നിക്സ് ആണ് എംപ്ലോയിഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസിലാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ പറഞ്ഞ പേരാണ് പൈലറ്റ് സ്റ്റഡി അല്ലെങ്കിൽ പൈലറ്റ് എക്സ്പെരിമെൻറ്റ് പറയുന്നത്. അതായത് ചെറിയ തോതിൽ പ്രിലിമിനറി സ്റ്റഡി കണ്ടക്ട് ചെയ്യുക. ഒരു മെയിൻ റിസർച്ച് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട്, അതായത് വൻ തോതിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങിയതിന് മുന്നോടിയായിട്ട് തന്നെ ചെറിയ രീതിയിൽ ഒന്ന് റിസർച്ച് കണ്ടക്ട് ചെയ്യുക. കുറച്ച് ആളുകളെ വെച്ചുകൊണ്ട് മാത്രം സ്റ്റഡി ചെയ്യുമ്പോഴാണ് അതിനെന്ത് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ഫീസിബിലിറ്റി ഉണ്ട്, ഇമ്പ്രൂവ് ചെയ്യണം, ഡിസൈൻ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് കണ്ടിജൻസി ടേബിളിനെ കുറിച്ച് പറയുന്നുണ്ട്. കണ്ടിജൻസി ടേബിൾ എന്ന് പറയുമ്പോൾ ഡാറ്റ അനലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ടേബിളൊക്കെ വരുന്നത്, ലിക്കേർഡ് സ്കെയിലോ. അപ്പോൾ അതേപോലെ തന്നെ വരുന്നതാണ് കണ്ടിജൻസി ടേബിൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഒരു ഫോർമാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് പലതരത്തിലുള്ള വേരിയബിൾസ് പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് പറയുമ്പം അവ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ പ്രസൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേബിളിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ കണ്ടിജൻസി ടേബിൾ എന്ന് പറയുന്നത്. ഇത് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. എളുപ്പത്തിൽ അനലൈസ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more കാറ്റഗറിക്കൽ വേരിയബിൾസ്. 2 or അതിലധികമോ കാറ്റഗറിക്കൽ വേരിയബിൾസിനാവും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിനെയാണ് കണ്ടിജൻസി ടേബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേരിയബിൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വാരി ചെയ്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന വേരിയബിൾസിനെയാണ്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോഫിറ്റും അതേപോലെ തന്നെ സെയിലും. സെയിൽ കൂടുന്തോറും എന്തായാലും തീർച്ചയായിട്ടും പ്രോഫിറ്റിലും ചേഞ്ച് കാണിക്കുമല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ വേരിയബിൾ, വാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അതിനെ വേരിയബിൾ എന്ന് പറയുന്നു. മാറ്റം വരുത്താൻ സാധിക്കുന്നത്. വേരിയബിൾസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ദ ക്ലാരിറ്റി ഓഫ് അവർ തിങ്കിങ് എന്നാണ് പറയുന്നത്. നമ്മൾ എന്താണോ റിസർച്ചിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ക്ലാരിറ്റി കൂട്ടാൻ ഒരു കൃത്യമായ ഒരു പ്രോപ്പർ വേരിയബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഈ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇൻഡെക്സ് നമ്പർ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇൻഡെക്സ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മളവിടെ കൃത്യമായിട്ടും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദി സ്റ്റേറ്റ് ഓഫ് എക്കണോമി. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ സൂചിപ്പിക്കാൻ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന റിസർച്ചുകളിലൊക്കെയാണ് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിനെ കറക്റ്റായിട്ട് പറയുന്നത് ബാരോമീറ്റർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി, എക്കണോമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീനെ അളക്കാനുള്ള ഒരു അളവുകോലായിട്ടാണ് ഇൻഡെക്സ് നമ്പറിനെ പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് ആ ഒരു അക്കോർഡിംഗ് ടു ക്രോക്സ്റ്റൺ ആൻഡ് കൗഡൻ, ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ഡിവൈസസ് ഫോർ മെഷറിംഗ് ഡിഫറൻസസ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ്.
നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ വേരിയബിൾസ് ഉണ്ടായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വേരിയബിൾസിൻ്റെ ഒരു ഗ്രൂപ്പ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര, അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നെക്സ്റ്റ് അതിലേക്ക് വരികയാണ്, ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അതായത് അവിടെ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റൻഡ് ചെയ്യണം. 25ആണ് ഓവറോൾ സീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 5 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. മാക്സിമം നമുക്ക് 25 മാർക്ക് വരെ അവിടെ കിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. 13ാമത്തേൽ വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാലോ 5 തരത്തിലാണ് റിസർച്ച് ഉള്ളത്. അപ്പോൾ ആ 5 റിസർച്ച് എന്താണെന്നുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ ആ പേരും ജസ്റ്റ് അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്താണെന്ന് എഴുതുക, കാഷ്വൽ അല്ലെങ്കിൽ കോസൽ റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്, അതേപോലെ ബേസിക് റിസർച്ച് ആൻഡ് ലാസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഇതെല്ലാം ഹെഡിങ്ങും എഴുതുക, അതിൻ്റെ എന്താണെന്നുള്ളതെന്ന് വിവരിക്കുക, അത്രമാത്രമാണ് ഇവിടെ എഴുതാനുള്ളൂ. ഇനി ഒരു റിസർച്ച് പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സോഴ്സ് എങ്ങനെയൊക്കെ കണ്ടെത്താൻ പറ്റും, റിസർച്ച് പ്രോബ്ലം എന്തൊക്കെ സോഴ്സ് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പ്രോബ്ലം അറിയണമെങ്കിൽ നമുക്ക് കുറേ വായിക്കുമ്പം അതിൽ നിന്ന് കുറേ അറിവ് കിട്ടും, അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഡെയിലി നമുക്ക് ഉണ്ടാകുന്ന ചില അനുഭവങ്ങളാവാം, അല്ലെങ്കിൽ നമ്മൾ ഏത് ഫീൽഡാണ് നമ്മുടെ സിറ്റുവേഷൻ എന്താണോ ആ ഫീൽഡുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം, ഫീൽഡ് വർക്കുകൾ, പിന്നെ ഡിസ്കഷനിലൂടെ നമുക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിനുള്ള സോഴ്സുകളാണ് റിസർച്ച് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന റിലയബിലിറ്റിയും വാലിഡിറ്റീനെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ് റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പം അത് കൺസിസ്റ്റൻ്റ് ആണോ സർവേ റിസൾട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ റിലയബിലിറ്റിയാണ് നോക്കുന്നത്. ഇനി വാലിഡിറ്റി എന്ന് പറയുമ്പോൾ അത് എന്താണ്, ഒരു ക്വസ്റ്റ്യനെയറിൻ്റെ എത്രത്തോളം അത് വാലിഡ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യനെയർ ആണ്, അത് എന്ത് ഉദ്ദേശത്തിലാണ്, എങ്ങനെയാണ് അത് മെഷർ ചെയ്യുന്നത്, അതിന് ഇൻഫറൻസസും കൺക്ലൂഷൻസും എങ്ങനെ കൊണ്ടുവരാം എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് വാലിഡിറ്റി പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷർമെൻറ്റുകളാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് മെഷർമെൻറ്റ് പലതരത്തിലുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോമിനൽ സ്കെയില്. അപ്പോൾ നോമിനൽ സ്കെയിൽ എന്താണെന്ന് എഴുതുക, ഓർഡിനൽ സ്കെയിൽ എന്താണെന്ന് എഴുതുക, ഇൻ്റർവെൽ സ്കെയിൽ എന്താണെന്ന് എഴുതുക, റേഷ്യോ സ്കെയിൽ. അപ്പോൾ ഈ 4 തരത്തിലാണ് മെഷർ ചെയ്യുന്നത്. ഓരോ സ്കെയിലും അതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് ഒന്ന് എഴുതി വയ്ക്കുക. പിന്നെ ഡാറ്റേനെ എങ്ങനെ അനലൈസ് ചെയ്യാം, എന്തൊക്കെ ടൈപ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വേരിയസ് ടൈപ്സ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുണ്ട്, ഇൻഫറൻഷ്യൽ അനാലിസിസും ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവിൽ തന്നെ യൂണി ഡയമെൻഷനൽ ഉണ്ട്, ബൈവേരിയേറ്റ് ഉണ്ട്, മൾട്ടിവേരിയേറ്റ് അനാലിസിസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് 2 തരത്തിലുള്ള അനാലിസിസുകൾ വരുന്നത്. പിന്നെ ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു 13 പോയിൻ്റാണ് അതിൽ വരുന്നത്, ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും തമ്മിലുള്ളത്. ക്വസ്റ്റ്യനെയർ പറഞ്ഞാൽ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ടെക്നിക്കാണ്. ആൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ കളക്ഷൻ്റെ ഒരു മെത്തേഡ് മാത്രമാണ്. ക്വസ്റ്റ്യനെയറിൽ ആ റെസ്പോൺസസൊക്കെ ഫില്ല് ചെയ്യേണ്ടത് റെസ്പോണ്ടൻസ് ആണ്. പക്ഷേ ഷെഡ്യൂളിലാണെങ്കിലോ അവർ പറയും നമ്മൾ റെസ്പോൺസസ് ആർ ഫിൽഡ് ബൈ ദ എന്യൂമറേറ്റേഴ്സ്. ആരാണോ ഇത് കൊടുക്കുന്നത് അവർ തന്നെയാണ് അത് ഫില്ല് ചെയ്യുന്നത്. ക്വസ്റ്റ്യനെയർ മെത്തേഡ് എപ്പോഴും യൂസ് ചെയ്യുന്നത് വെൻ പീപ്പിൾ ആർ ലിറ്ററേറ്റ് ആൻഡ് കോപ്പറേറ്റീവ്. നമ്മളോട് സഹകരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അവർ എഴുത്തും വായന അറിയുന്നവരൊക്കെ ആണെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനെയർ കൊടുക്കാം. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഷെഡ്യൂളിൻ്റെ പ്രത്യേകത. ടെക്നിക്ക് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യനെയർ മെത്തേഡിൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ്, പക്ഷേ മറ്റേതിൽ ക്വാളിറ്റേറ്റീവ് ആണ്. ക്വസ്റ്റ്യനെയറിൻ്റെ റെസ്പോൺസ് റേറ്റ് കുറവായിരിക്കും, ഷെഡ്യൂളാകുമ്പോൾ കുറച്ചും കൂടി ഹൈ റെസ്പോൺസ് ആയിരിക്കും. ക്വസ്റ്റ്യനെയറിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റീനെ ബേസ് ചെയ്തിരിക്കും, പക്ഷേ ഷെഡ്യൂളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അതിൻ്റെ ഓണസ്റ്റി ആൻഡ് കോമ്പറ്റൻസ് ഓഫ് എന്യൂമറേറ്ററിൻ്റെ ബേസിലായിരിക്കും. ക്വസ്റ്റ്യനെയർ ഒരു ലാർജ് കവറേജ് ആണ്, പക്ഷേ ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ലെസ് കവറേജ് ആണ്. റെസ്പോണ്ടൻസിന് ക്വസ്റ്റ്യനെയർ നമുക്ക് ഇമെയിൽ ചെയ്തിട്ടോ പോസ്റ്റ് ചെയ്തിട്ടോ ഒക്കെ അയക്കാൻ വേണ്ടി പറ്റും. ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് പോയി കണ്ട് ശേഖരിക്കുന്ന വിവരങ്ങളാണ്. ക്വസ്റ്റ്യനെയറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ഇല്ല റെസ്പോണ്ടൻ്റായിട്ട്, പക്ഷേ ഷെഡ്യൂളിൽ നമുക്ക് ഡയറക്റ്റ് പേഴ്സണൽ കോൺടാക്റ്റുകൾ ആവാം. പോസ്റ്റ് ഇൻക്വയറി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എക്കണോമിക്കലാണ്, പക്ഷേ ഷെഡ്യൂളാകുമ്പം കുറച്ച് എക്സ്പെൻസീവാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഹയർ പോസിബിലിറ്റി ഓഫ് കളക്ടിങ് റോങ് ഓർ ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷനുള്ള സാധ്യത കൂടുതലാണ്.
ഷെഡ്യൂളിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ക്വസ്റ്റ്യൻ മെത്തേഡിൽ റെസ്പോണ്ടൻസ് സഫിഷ്യൻറ്റ് ടൈം കൊടുക്കുന്നുണ്ട് അവർ ആൻസർ ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ടൈം അവൈലബിലിറ്റി ലിമിറ്റഡ് ആണ് ഷെഡ്യൂളിൽ. ക്വസ്റ്റ്യൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ റെസ്പോണ്ടൻസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകളൊക്കെയാവും. ഷെഡ്യൂൾ മെത്തേഡ് പറയുമ്പോൾ നമുക്ക് അവിടെ കൃത്യമായിട്ട് അവരെ അറിയാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് റിസർച്ച് റിപ്പോർട്ടിൻ്റെ 4 മെയിൻ പോയിൻ്റ് ഇമ്പോർട്ടൻസ് പറയുന്നത്. റിപ്പോർട്ടിലൂടെ നമുക്ക് റിസർച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പ്രോബ്ലം എന്താണ്, എന്ത് മെത്തേഡ് യൂസ് ചെയ്തു, എന്താണ് അതിൻ്റെ ഫാക്ടർ, എന്താ അവർ കണ്ടെത്തിയ കൺക്ലൂഷൻ, അതിൻ്റെ ഇൻ്റർ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ റിസർച്ചർ ഇവാലുവേറ്റ് ചെയ്യണം. ആ റിസർച്ച് എഫേർട്ടിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അയാളുടെ ഇവാലുവേഷനാണ്. റിപ്പോർട്ടിലൂടെ നമുക്ക് ആ റിസർച്ചറുടെ റിസർച്ച് എബിലിറ്റിനെ റിവീൽ ചെയ്യാൻ പറ്റും. റിപ്പോർട്ട് വളരെ യൂസ്ഫുൾ ആണ് പോളിസി മേക്കേഴ്സിനും അഡ്മിനിസ്ട്രേറ്റീവ്സിനൊക്കെ പുതിയ ഡിസിഷനും പോളിസീസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, അപ്പോൾ ഇത്രയാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പറയുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പം കുറച്ച് ടോപ്പിക്കുകൾ തന്നിട്ട് അതിൽ ഓരോന്നും എന്താണെന്നാണ് ചോദിക്കുക. അപ്പോൾ റിസർച്ചിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ ഓരോ ടോപ്പിക്കാണ് ചോദിക്കുക. എന്താ ഡോക്യുമെൻറ്റേഷൻ, അതായത് തേർഡ് സ്റ്റേജ് റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ 3ാമത്തെ സ്റ്റേജ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ റിസർച്ചർ പ്രസൻറ്റ് ചെയ്യണം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്റ്റുകൾ എന്താണ്, അതിനവിടെ റിസർച്ചർ അക്നോളജ് ചെയ്യണം അതിനു വേണ്ടി ആരൊക്കെ ഹെൽപ്പ് ചെയ്തു, എന്താണ് ഡിഫറൻസ് ഓരോ ആളുകളുടെയും വ്യൂവിലും ഫാക്റ്റിലും ഫൈൻഡിങ്സിലൊക്കെ വരുന്ന ഡിഫറൻസ്, അഡീഷണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ചില ഹെഡിങ്ങുകളാണ് സൈറ്റേഷൻ, ഫുട് നോട്ട്, റെഫറൻസ്, ബിബ്ലിയോഗ്രഫി. ഈ 4 കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ എഴുതുന്നതാണ്. സൈറ്റിഫിക്കേഷൻ പറഞ്ഞാൽ ഒരു റെഫറൻസ് കൊടുക്കുക, പബ്ലിഷ് ചെയ്തോ അൺപബ്ലിഷ് ചെയ്തോ ആയിട്ടുള്ള സോഴ്സുകൾ എവിടെ നിന്നൊക്കെയാണ് ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്തതിന് വേണ്ടിയിട്ട് എന്നുള്ളത് ആ കാര്യമാണ് സൈറ്റേഷനിൽ വരുന്നത്. പിന്നെ പറയുന്നത് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട് നോട്ടാണ്. ഫുട് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ കാര്യങ്ങൾ അവിടെ ആഡ് ചെയ്യുമ്പോൾ അത് എന്ത് ഉദ്ദേശത്തോടെ നമ്മൾ ഏറ്റവും താഴെ ഓരോ പേജിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക, അതിനെയാണ് ഫുട് നോട്ട് എന്ന് പറയുന്നത്. പിന്നെ റെഫറൻസ് ഉണ്ട്. റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിസർച്ചർ ഹാവ് കെയർഫുള്ളി റിവ്യൂ ചെയ്യുക, റെലവൻറ്റ് ലിറ്ററേച്ചറൊക്കെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അത് റിസോഴ്സ് ദാറ്റ് ഹി റെഫേർഡ് ടു വിതിൻ ദ ബോഡി ഓഫ് ദ വർക്ക് ആൻഡ് ഓൾസോ ഇൻക്ലൂഡ് കൊട്ടേഷൻ. അതായത് ഓരോ ആളുകളും കോട്ടുകൾ അവർ പറഞ്ഞ ഡെഫിനേഷൻസ് അതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്, അതേപോലെ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. റെഫറൻസ് കൊണ്ട് മറ്റുള്ളൊരാളുടെ ഒരു വൈഡൻ നോളജ് നമ്മളിതിലേക്ക് യൂസ് ആക്കുക എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്, ഫോർമാറ്റിനെ കുറിച്ചാണ്. ബിബ്ലിയോഗ്രഫി എന്താ ചോദിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ വിവരങ്ങളൊക്കെ കിട്ടിയതിൻ്റെ സോഴ്സ് എന്താണോ അതിനെ ഒരു ലിസ്റ്റാക്കി മാറ്റുമ്പം അത് ബിബ്ലിയോഗ്രഫിയായി. അതോടുകൂടിയിട്ട് ശരിക്കും ഒരു പ്രൊജക്റ്റ് അവിടെ എൻഡ് ചെയ്തു എന്ന് പറയാം. പിന്നെ ചോദിച്ചതാണ് എന്താണ് APA ആൻഡ് MLA സ്റ്റൈൽ എന്ന് പറയുന്നത്. APA പറയുമ്പോൾ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനാണ്, അവരുടെ സൈറ്റേഷൻ സ്റ്റൈലാണ് അത് പറയുന്നത്. അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സോഷ്യൽ സയൻസിലാണ്. ഇനി MLA എന്ന് പറയുമ്പോൾ മോഡേൺ ലാംഗ്വേജ് അസോസിയേഷനാണ്. അവിടെ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് ഡേറ്റ് ബൈ പ്ലേസിങ് ഇറ്റ് ഏർലിയർ ഇൻ ദ സൈറ്റേഷൻ. സൈറ്റേഷന് മുന്നേ എന്താണോ ഡേറ്റ് നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ അതാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക ആ ഒരു സിസ്റ്റത്തിൽ. അപ്പോൾ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് അവിടെ നോക്കുക. ഡിഫറെൻറ്റ് സ്റ്റെപ്സ് റിസർച്ച് റിപ്പോർട്ടിൽ ഉൾപ്പെടുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ ആദ്യമായി ചെയ്യുകയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും 3 പ്ലാനിങ് റിപ്പോർട്ട് റൈറ്റിംഗ് ആണുള്ളത്. ഓർഗനൈസേഷൻ, സ്ട്രക്ചർ, റൈറ്റപ്പ്, ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് റൈറ്റപ്പ് പറഞ്ഞാൽ എന്താണ്, ഡോക്യുമെൻറ്റേഷൻ എന്താണ്, ഉള്ള ഓരോ കാര്യങ്ങളും അവിടെ നിന്ന് വിശദീകരിച്ച് എഴുതിയാൽ മതിയാകും. അപ്പോൾ ഇത്രയാണ് 2021 ഒരു ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു ലെവലെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് OMനെ കമ്പയർ ചെയ്യുമ്പോൾ റിസർച്ച് കുറച്ചും കൂടി നല്ല, അതായത് നമ്മൾ പഠിച്ചാൽ അല്ലെങ്കിൽ ടെക്സ്റ്റിനുള്ളിൽ തന്നെ വരുന്ന പോലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് 2021 നമുക്ക് കാണാനിടയായത്. ഇനി 22, 23 കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടും. റിപ്പീറ്റേഷൻ ഉണ്ടോ, ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2021 ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയിട്ട് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുവിധമൊക്കെ ആൻസർ പറഞ്ഞു തന്നിട്ടുണ്ട്.
നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്